ഇപ്പോഴും ആ കുറ്റപ്പെടുത്തൽ തീർന്നിട്ടില്ല അല്ലേ? കുറ്റബോധവും. ആ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. ആ വഴിക്ക് പോകണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏത് സമയത്താണോ ഈ രാജ്യത്ത് കയറി വരാൻ തോന്നിയത്, ഇങ്ങനെ ഒരു ജോലിക്ക് വരാൻ തോന്നിയത്, അല്ലേ? ഏത് സമയത്താണോ തലകുനിച്ച് കൊടുക്കാൻ തോന്നിയത് കല്യാണത്തെക്കുറിച്ചാണ്, അല്ലേ സഹോദരി? ഇപ്പം ആലോചിക്കുന്നില്ലേ? തീരുമാനം തെറ്റായിപ്പോയി, തീരുമാനം തെറ്റിപ്പോയി. മക്കളുടെ കാര്യത്തിലെടുത്ത തീരുമാനങ്ങൾ വേണ്ടായിരുന്നു, അവിടെ വിട്ടത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ അന്ന് അവർ ആ കൂട്ടുകെട്ട് തുടങ്ങിയ സമയത്ത് ആ കൂട്ടുകെട്ടിനെ നിർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ചിന്തിച്ചിട്ടില്ലേ? അവിടെ വിടണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ആ തീരുമാനം എടുക്കണ്ടായിരുന്നു. അവിടെ വീട് വയ്ക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ലോണെടുത്ത് വീട് വയ്ക്കേ വേണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി കട ഇടണ്ടായിരുന്നു. ഏത് സമയത്താണോ അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്, അല്ലേ? അവിടെ പോയി ഒരു സഭ, അയ്യോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ ഓർത്ത്, അത് സംഭവിച്ചത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെയോ ആഗ്രഹങ്ങളുടെയോ ഒക്കെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനം. പക്ഷേ ഇന്ന് ചിന്തിക്കുമ്പോൾ ശരിയാ, അതിൻ്റെ ആവശ്യമില്ല. അതിനർത്ഥം ഞാൻ പറയട്ടെ, ലോക മനുഷ്യനോടല്ല. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ നിശ്ചയമായും എനിക്ക് ഉറപ്പുണ്ട്, ഈ ശബ്ദം ഇപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭക്തനാണ്, അഥവാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോടാണ്. അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവികമായ ചില പദ്ധതികൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് മാറുന്ന, നിങ്ങളുടെ ജീവിതം മാറുന്ന ദൈവികമായ ചില പദ്ധതികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവിധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോടാണ് ഞാൻ സംസാരിക്കുന്നത്, ലോക മനുഷ്യരോടല്ല. നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിനക്ക് തെറ്റുപറ്റിയതല്ല, നീ ഒരു ദൈവിക പദ്ധതിയിലേക്ക് നടന്ന് കയറിയതാണ്. അവിടെ നിനക്കല്ല തെറ്റുപറ്റിയത്. സഹോദരി, ആ തീരുമാനം തെറ്റിപ്പോയിട്ടില്ല. മക്കളുടെ കാര്യത്തിൽ തെറ്റു പറ്റിയിട്ടില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസ് ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. നോക്കൂ, ഞാൻ നിങ്ങളോട് അറിയിച്ച ആ ആലോചനയ്ക്ക് പിന്നിലെ ഉറപ്പിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ എഫ്രയീം മലനാട്ടിലും ശാലീഷ ദേശത്തും കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്തു കൂടി സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തു കൂടിയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്ത് എത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, അവിടെ 5 ദേശങ്ങളിൽ അപ്പൻ്റെ കഴുതകളെ അന്വേഷിച്ച് നടക്കുന്ന ശൗലെന്ന ഇസ്രായേലിലെ പ്രഥമ രാജാവിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ബെന്യാമിനനായ കീഷിൻ്റെ മകൻ. കീഷ് ധാരാളം കഴുതകളുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ മകനാണ് ശൗൽ. ശൗൽ കഴുതകളെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, 5 ദേശങ്ങൾ ശൗൽ പിന്നിട്ടു കഴുതകളെ അന്വേഷിച്ച്. ആമേൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ ഈ പറയുവാൻ പോകുന്നതിന് പിന്നിലുള്ള കാര്യം മനസ്സിലാകുവാൻ അല്പം സമയമെടുക്കും. ഈ കഴുത കുതിരയെപ്പോലെ ഓടിപ്പോകുന്നൊരു ജീവി അല്ല. കഴുത താൻ പാർക്കുന്ന ദേശം വിട്ട് ഒരുപാട് ദൂരെ ഒന്നും പോകുന്ന ജീവിയല്ല. അത് ആ വീട്ടിനടുത്തോ തൊടിയിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ കാണും. ഒത്തിരി ദൂരോട്ട് അത് പോകത്തില്ല. അങ്ങനെ ഒരുപാട് ഓടിപ്പോകുവാൻ കഴിയുന്നൊരു പ്രകൃതമല്ല കഴുതയ്ക്കുള്ളത്. പക്ഷേ ഈ മണ്ടന്മാർ അവരുടെ തന്നെ ഭാഷയിൽ, അല്ലെങ്കിൽ അവർ 5 ദേശത്ത് കഴുതി അന്വേഷിച്ച് പോയെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, കീശിനൊരു മകൻ ജനിച്ചു, കാഴ്ചയ്ക്കൊക്കെ എന്ത് കോമളനാ, എന്ത് പൊക്കമാ, എന്ത് തടിയാ, പക്ഷേ ബുദ്ധി മാത്രമല്ല, മണ്ടനാ. 5 ദേശത്തൊക്കെ പോയി, അല്ലെങ്കിൽ 5 ദേശത്തിനപ്പുറം പോയി കഴുതി അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇവൻ ഇത്ര മണ്ടനായി പോയല്ലോ. അതല്ലേ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുന്നതും? അതല്ലേ വേണ്ടായിരുന്നു. അതേക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരാവേശത്തിനങ്ങ് പോയതാ.
പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. ദൈവത്തെ വിട്ട് അകന്നൊന്നും പോയിട്ടില്ല, എല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു. നോക്കൂ, 5 നാടുകൾ കടന്ന് അന്വേഷണം പോയപ്പോഴാണ് ശൗലിന് മനസ്സിലായത്, ഇനി അന്വേഷിച്ച് നടന്ന അപ്പൻ സങ്കടപ്പെടും, ഇവന്മാർ തട്ടിപ്പോയെന്ന്. കാരണം അപ്പൻ ഒരിക്കലും ചിന്തിക്കത്തില്ല ഇത്ര ദൂരവന്മാർ പോയി കാണുമെന്ന്. കഴുതി അന്വേഷിച്ച് ഇത്ര ദൂരം പോവേണ്ട കാര്യമില്ല. ലോകപ്രകാരം ഇവർ ചെയ്തത് തികച്ചും ബുദ്ധിമോശമാണ്. ലോകപ്രകാരം ബുദ്ധിമോശമാണ്. ഇന്ന് ലോകപ്രകാരം നിങ്ങൾ ഇന്നലകളിൽ ചെയ്തതൊക്കെ ബുദ്ധിമോശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതൊക്കെ ബുദ്ധിമോശമാണ്. ഇന്ന് നിങ്ങൾ കരയുന്നത്, നിരാശപ്പെടുന്നത്, വേദനപ്പെടുന്നത്, സങ്കടപ്പെടുന്നതും ആ ബുദ്ധിമോശത്തിൻ്റെ റിസൾട്ടാണ്. ബുദ്ധിയില്ലാതെ നിങ്ങൾ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ്. നിൻ്റെ എടുത്തുചാട്ടമാണ്, നിൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണ്. നിനക്ക് അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ, ഞങ്ങളൊക്കെ അപ്പോഴേ പറഞ്ഞതാണ് എന്ന് പറയുന്ന നിലവാരത്തിൽ ആണേ. ആമേൻ. എന്നാൽ ഇവിടെ നോക്കൂ, തുടർന്ന് ബൈബിൾ പറയുന്നു 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിലൊഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നോക്കൂ, തെറ്റിപ്പോയി. കഴുതെ അന്വേഷിച്ച് പോയ യാത്ര തെറ്റിപ്പോയി. കഴുതെ അന്വേഷിച്ച് ഇത്ര ദൂരം പോകേണ്ട കാര്യമില്ല. പക്ഷേ ശൗലിനെ ദൈവം കൊണ്ടുപോയത് തൻ്റെ ജനത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ വേണ്ടിയാ. അതേ സഹോദര, നീ കേവലം ഒരു ജോലി മാത്രം അന്വേഷിച്ചു പോയതാണെങ്കിൽ ആ സ്ഥാനത്ത് നീ പോയത് തെറ്റായ തീരുമാനമാണ്. പക്ഷേ ദൈവം നിന്നെ അവിടെ കൊണ്ടുപോയത് നിന്നെ ചിലതിൻ്റെയൊക്കെ അവകാശിയാക്കി മാറ്റുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തകർന്ന ആ സ്ഥാപനത്തിൽ ഒട്ടും അനുകൂലമല്ലാത്ത ആ സാഹചര്യത്തിൽ അവിടെ നീ ജോലിക്കാരനായി എത്തപ്പെട്ടുവെങ്കിൽ കേൾക്ക്, നിന്റെ തീരുമാനം തെറ്റിപ്പോയെന്ന് ലോകവും നിനക്കൊപ്പമുള്ളവരും പറഞ്ഞേക്കാം. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനം തെറ്റിയിട്ടില്ല. ചിലതിന് പ്രഭുവായി, ചിലതിനൊക്കെ അവകാശമാക്കി നിനക്ക് തന്ന് എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. സഹോദരി, ആ ഭവനത്തിനകത്ത് ചെന്ന് കയറിയ തീരുമാനം, അയ്യോ ഇങ്ങനെ ഒരുത്തനെയാണല്ലോ കെട്ടിയത്, ഇങ്ങനെ ഒരുത്തിയാണല്ലോ എൻ്റെ തലമേൽ വന്ന് കയറിയത് എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കും. ലോകപ്രകാരം ശരിയാണ് തീരുമാനം, അതെ തെറ്റിപ്പോയി. പക്ഷേ ദൈവം അവിടെ തൻ്റെ ഒരു പദ്ധതി നിന്നിലൂടെ നിവർത്തിക്കുവാനായിട്ട് പോകുന്നു. അവിടെ ആ കുടുംബത്തിനകത്ത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി നിന്നിലൂടെ നിവർത്തിക്കുവാനായി പോകുന്നു. ഏത് സമയത്താണോ എൻ്റെ മക്കളെ അങ്ങനെ ഒരു കോഴ്സിന് വിടുവാനായിട്ട് തോന്നിയത്, ഇന്ന് അവന്മാർ ശത്രുക്കളായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ടാണ്. നോ, എൻ്റെ കർത്താവ് പറയുന്നു, അവിടെ എൻ്റെ കർത്താവ് നിൻ്റെ തലമുറകളെ മാനിക്കുവാൻ പോകുന്നു. ഓ ഷബാറി ദലമ ഷെഖന, ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് എൻ്റെ കർത്താവ് നിൻ്റെ തലമുറകളെ മാനിക്കുവാനായി പോകുന്നു. നീ പോയി ചേർന്ന ദേശത്ത് ഒട്ടും അനുകൂലമല്ലാത്ത, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒട്ടും അനുകൂലമല്ലാത്ത ദേശത്ത് പലരും ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? ആമേൻ. ഈ സഭ പ്രസ്റ്റർ ഫാമിലി വാർഷിപ്പ് സെൻറ്റർ കാക്കാമൂല ചാമുളയും, ആമേൻ, ഈ സഭയിൽ ഉപവാസ പ്രാർത്ഥനകൾക്കൊക്കെ വന്നിട്ടുള്ള ദൈവദാസന്മാർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആദ്യ സമയങ്ങളിൽ, ഇങ്ങനെ ഇത്ര ദൂരം ഇവിടെ ഒരു സഭ, ഇവിടെ ആര് വരുമെന്ന് പറഞ്ഞ. ആമേൻ, സ്തോത്രം. ആമേൻ. അവർക്കറിയത്തില്ല ഈ ദേശത്തിന് വേണ്ടി സഭയെ കർത്താവ് ഒരുക്കി ഞങ്ങളെ ഇവിടെ അയച്ചു. ആമേൻ. അവിടെ ഒട്ടും അനുകൂലമല്ല ശുശ്രൂഷക, ആ ദേശത്തിന് വേണ്ടി കർത്താവ് നിന്നെ അയച്ചു. അങ്ങനെ ഒരു ദേശത്ത് നീ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിന് വേണ്ടി കർത്താവ് നിന്നെ അയച്ചതാ. സഹോദരി, അവിടെ നിന്നിലൂടെ കർത്താവിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. എടാ മക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, ചെന്നുപെട്ട സ്ഥാനത്ത് എൻ്റെ കർത്താവിന് നിങ്ങളിലൂടെ ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. ഷബ റിധലമായി ഷെഖനെ, ഒട്ടും അനുകൂലമല്ലാത്ത സ്ഥലത്താണ്. ലോകം ബുദ്ധിമോശം എന്ന് പറയുന്ന കാര്യങ്ങളാണ് ചെയ്തു പോയത്, വന്നു പോയത്. നോ, അതിനെ അനുഗ്രഹമാക്കി എൻ്റെ ദൈവം മാറ്റുവാൻ പോകുക. കഴുതയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത്ര ദൂരം നടക്കേണ്ട കാര്യമില്ല. ആമേൻ. ഒരു ഭർത്താവും മക്കളും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുവാനാണെങ്കിൽ നീ കടന്നുപോയി കഷ്ടതയിലൂടെ കടന്നു പോകേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, തിരിച്ചറിയുക. ഓ ഷബാറി ധലമാക്ഷകനെ, കേവലം മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, വീട്ടുകാര്യം നോക്കുന്നു, അതിനാണെങ്കിൽ ഇത്രയും നീ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നിന്നിലൂടെ എൻ്റെ കർത്താവിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. എൻ്റെ കർത്താവിന് ലോകത്തോട് നിന്നിലൂടെ ചിലത് വിളിച്ചു പറയുവാനുണ്ട്. മക്കളെ, ആമേൻ, കേവലം ആമേൻ ജോലി കിട്ടി അങ്ങനെ ഒരു കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. സഹോദരി, നിന്റെ മകൾ അമ്മേൻ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇത്രമാത്രം അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത്രമാത്രം ശത്രു അവളെ തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാനും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ഇത്ര ദൂരം അവൾ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, എന്നേ കംപ്ലീറ്റ് ആവേണ്ട കോഴ്സാണ്, ഇതുവരെയും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് ചിലത് നിൻ്റെ തലമുറയിലൂടെ ചെയ്തെടുക്കുവാനുണ്ട്. തെറ്റിപ്പോയിട്ടില്ല, നിൻ്റെ തീരുമാനം തെറ്റിപ്പോയിട്ടില്ല. ഒരു പക്ഷേ സങ്കടം വരുമ്പോൾ അവൾ പറയും, അമ്മയുടെ തീരുമാനമാണ്, അപ്പൻ്റെ തീരുമാനമാണ് എൻ്റെ ജീവിതം ഇതാ ദുരിതത്തിലായിരിക്കുന്നു.
പറയുന്നു. കേൾക്ക്, നിൻ്റെ ഇഷ്ടത്തിനാണ് അവൾ ആമേൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. അവിടെ അവൾ പരാജയപ്പെട്ട് വീട്ടിനകത്ത് വന്നിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. അവിടെ തന്നെ വിവാഹ സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകുക. ഷബറിധലമ ഷെഖനെ എടുത്ത തീരുമാനം തെറ്റായി പോകത്തില്ല. നിൻ്റെ ഭവനം നിൻ്റെതല്ല തീരുമാനം എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ജപ്തിയായി പോകത്തില്ല. ആമേൻ. ആ ദേശത്തിൽ നിന്നെ അയച്ചത്, അയ്യോ ഇതുപോലൊരു പന്ന ദേശം ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലേ. അവിടെ എൻ്റെ കർത്താവിന് നിന്നിലൂടെ ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. നീ തെറ്റെന്ന് തോന്നുന്ന ആ ഇന്നലത്തെ തീരുമാനങ്ങളെ ദൈവം ശരിയാക്കുവാൻ പോവുക. ഓ ഷബറിധലമ, നിനക്ക് തെറ്റിപ്പോയി, പറ്റിപ്പോയി, അബദ്ധമായി പോയി എന്ന് പറയുന്ന തീരുമാനങ്ങളെ, ആ ബിസിനസ് തുടങ്ങുന്നതിനെടുത്ത ആ തീരുമാനം, ആ പാർട്ണർഷിപ്പിനെടുത്ത ആ തീരുമാനം, അത് തെറ്റായി പോയി. ലോകമത് പറയുന്നുണ്ട്. കേൾക്ക്, ആ തീരുമാനത്തെ എൻ്റെ ദൈവം ശരിയാക്കി തീർക്കുവാൻ പോവുക. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നോക്കൂ, 5-ാമത്തെ വാക്യത്തിൽ ഭക്തൻ പറയുകയാണ്, ഇനി നമുക്കൊരു ദൈവപുരുഷനെ കാണാം. ആമേൻ. ഇനി ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കാം. ഇനി ദൈവത്തിന് എന്താണ് ചെയ്യേണ്ടത്, ഇനി ദൈവത്തിന് എന്താണ് പറയേണ്ടതെന്ന് നമുക്കറിയാം. നിരന്തരമായ കൂട്ടായ്മയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായത് സംഭവിക്കും. നിരന്തരമായി നിങ്ങൾ കൂട്ടായ്മയുടെ അനുഭവത്തിലായിരിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് വചന സന്ദേശവും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയാണ് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്, അത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് കടന്നു വരാം. ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിനു വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവാസം ക്രമീകരിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യും, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തീരുമാനങ്ങൾ തെറ്റിപ്പോയി, ചെയ്ത കാര്യങ്ങൾ തെറ്റായിപ്പോയി, ശരിയായില്ല എന്ന് ചിന്തിച്ച് അതിൻ്റെ തിക്തഫലങ്ങൾ കണ്ണുനീരായി, നിരാശയായി, വേദനയായി, ഒറ്റപ്പെടലായി അനുഭവിച്ചായിരിക്കുന്നവർ സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ. ആ തീരുമാനങ്ങളെ സ്വർഗ്ഗം ഏറ്റവും വലിയ ശരിയാക്കി തീർക്കണമേ. തൊഴിൽ സംബന്ധമായി വെളിപ്പെടുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. ഇവരുടെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി തീരുമാനങ്ങളെ സ്വർഗ്ഗമങ്ങ് ശരിയാക്കി തീർക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. സ്വർഗം ഇവരോട് കൂടിയിരിക്കണമേ അപ്പാ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ അപ്പാ. സംശയരോഗങ്ങൾ, കലഹങ്ങൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ. തകർച്ചയിലൂടെ ജനത്തെ തള്ളിവിടുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാടക വീടുകളെന്ന നിരാശകൾ മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. റാഥമ ഷേഖനെ വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പോയി ചേർന്ന ദേശത്തവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളെ കെട്ടിച്ചയച്ച സ്ഥലങ്ങളിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടന്നു ചെന്ന ഭവനങ്ങൾക്കകത്ത് സഹോദരന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ മടങ്ങി വരട്ടെ. ബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും ക്യാൻസലാകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്കാം. ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ. നാളെ പകൽ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാർത്ഥിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.